എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കൂ. തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം 1/4 കപ്പ് ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് അത് കുതിരാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ സമയത്ത് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ചീര ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുത്ത ചീര വേവിച്ചതാണ്. വേവിക്കാത്ത ചീര വേണമെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ മാറ്റി വെച്ചിരുന്ന ഓട്സിലേക്ക് ഈ ഒരു മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓട്സും പാലും വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി ചേർന്നതിന് വളരെ ഹെൽത്തിയായ ഒരു ഐറ്റമാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായി മെൽറ്റ് ആയിരുമ്പോൾ നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലാം നന്നായി ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കാം. ഒരു വശം പരുവാകുമ്പോഴേക്കും ഇതേപോലെ സൈഡെല്ലാം ഒന്ന് വിടുവിച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം. മറു സൈഡും ഇതേപോലെ പരുവായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം. അപ്പോൾ ചീരയും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ മുട്ട ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു നോക്കാം. കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ രാവിലെ കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.